ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി നമ്പർ 724/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 50/2025 ഡിവിഷണൽ അക്കൗണ്ട് എക്സാമിനകത്ത് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പാർട്ട്. കാരണം പ്യുവർ പോളിനോമിയൽ ട്രിഗ്നോമെട്രിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സീരിയസ്ലി സ്പീക്കിംഗ് ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് വളരെ മികച്ചായിരുന്നു, വളരെ മികച്ച ചോദ്യങ്ങളാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്തെടുക്കാൻ അല്പം സമയവും അത്യാവശ്യമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആൻസറിലേക്ക് എത്താവുന്ന ചോദ്യങ്ങൾ വളരെ കുറവ് മാത്രമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെന്തും അല്പം കൂടുതലായിരിക്കും. ഏകദേശം 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന്. നമ്മളൊരു 5-6 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1 hour സെക്ഷൻ അല്ലെങ്കിൽ 1.5 hour സെക്ഷൻ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഓരോന്നിന്റെയും ആസ്പെക്റ്റിൽ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുന്നത് കാണാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: വാട്ട് ഈസ് ദ ലീസ്റ്റ് റിമൈൻഡർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 9, 12 and 15 leaves remainder as 1 in each case. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു പർട്ടിക്കുലർ നമ്പർ, അതിനെ കൊണ്ട് 8 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോസിബിലിറ്റി ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പറിനെ കോമൺ ആയിട്ട് ഫോർ എക്സാമ്പിൾ 3-4 നമ്പറുകൾ തന്നിട്ട് ആ നമ്പറുകളെ എല്ലാം കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ആ നമ്പറുകൾ കൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ LCM കാണും. അതേപോലെ തന്നെ തന്നിരിക്കുന്ന നമ്പറുകൾ 8, 9, 12, 15 ഇതിന്റെ റിമൈൻഡർ, ഇതിന്റെ LCM കാണും. LCM കാണാൻ കോമൺ ആയിട്ട് നമുക്ക് 3 എടുക്കാം. 3 എടുത്താൽ 8 വന്നു, 3 3 9, 4 3 12, I 3 15. 4 എടുക്കുവാണെങ്കിൽ 4 2 8, 3 1 5. ഇനി കോമൺ ആയിട്ടൊന്നും എടുക്കാനായിട്ടില്ല. I 2 10, Pi 2 3 30, 34 120, 120 into 3 360 എന്ന് കിട്ടും. അതായത് 360 കൊണ്ട് 8-നെയും 9-നെയും 12-നെയും 15-നെയും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായിരിക്കും 8-നെയും 9-നെയും 12-നെയും 15-നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യയോട് കൂടി 1 കൂട്ടുക. അപ്പൊ ഈ സംഖ്യയോട് കൂടി 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 361 കിട്ടും. 361 കൊണ്ട് 8-നെ ഡിവൈഡ് ചെയ്ത് 361 കൊണ്ട് 8-നെ ഡിവൈഡ് ചെയ്താലും 8 കൊണ്ട് 361 ഡിവൈഡ് ചെയ്താലും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 15 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 1 ആയിട്ട് കിട്ടും. Clear? That means if you want to identify the least number which when divided by 8, 9, 15, 12 and 15 leaves remainder 1 mean you need to find out the LCM of 8, 9, 12 and 15, and whatever you are obtaining you need to add 1 to it because you need to obtain a remainder of 1. Clear ആണെന്ന് വിശ്വസിക്കുന്നു. Done. അടുത്ത ചോദ്യം: find the sum of the factors of 3240. 3240ന്റെ ഫാക്ടറുകളുടെ സം. എത്ര ഫാക്ടർ ഉണ്ടെന്നല്ല, ഫാക്ടറുകളുടെ സം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 3240നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ 3240നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 324 കിട്ടും. 324 എന്ന് പറഞ്ഞ 18 സ്ക്വയർ ആണ്. സോ ഇതിനെ നമുക്ക് 18 × 18 എന്ന് എഴുതാം. 3240 എന്ന് പറഞ്ഞാൽ 18 × 18 × 10 എന്ന് എഴുതാനായിട്ട് പറ്റും. 18 × 18 × 10 എന്ന് എഴുതാൻ പറ്റും. ഫാക്ടറൈസേഷൻ ചെയ്യുന്ന കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ആ ഫാക്ടേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ഫോമിലേക്ക്, അതായത് പ്രൈം നമ്പർ ഫോമിലേക്ക് എഴുതണം. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് എന്താണ് 18 എന്ന് പറയുന്നത് 9 × 2, ദെൻ വീണ്ടും 18 എന്ന് പറയുന്നത് 9 × 2, ദെൻ ഇതിനകത്ത് 10 എന്ന് പറയുന്നത് 2 × 5 വരും. ഇതിനകത്ത് 9 പ്രൈം നമ്പർ അല്ല. സോ അതിനെ വീണ്ടും പ്രൈമിലേക്ക് മാറ്റാം. 3 × 3. അപ്പൊ എന്ത് എഴുതാം? 3 × 3, 2 × 3 × 3 × 2 × 2 × 5. മൊത്തം എത്ര വന്നു? 1 2 3 4 4 3 വന്നു. 3⁴ ഇൻറ്റു 2 എത്ര പ്രാവശ്യം വന്നു? 1 2 3 2�3× 5⁴ സോ നമ്മൾ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. സോ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3⁴ ഇൻറ്റു 2�3× 5⁴ എന്ന് കിട്ടി. 5⁴ എന്ന് കിട്ടി. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സം ഓഫ് ദ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണേ. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 3⁴ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3⁴ ഉണ്ടെങ്കിൽ 3⁻0 പ്ലസ് 3⁻1 പ്ലസ് 3⁻2 പ്ലസ് 3⁻3 പ്ലസ് 3⁻4 ഇൻറ്റു 2⁻3 വരെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? 2⁻0 പ്ലസ്
2 raised to 1 plus 2 raised to 2 plus 2 raised to 3 plus 5 raised to 0 plus 5 raised to 1. Clear? 3 raised to 0, 1 plus 3 plus 9 plus 27 plus 81 into 2 plus, sorry, 2 raised to 0, 1 plus 2 raised to 1, 2 plus, then 2 square of 4, 2 raised to 3, 8 into, oh, this is into 1, not plus, into 5 raised to 0, 1, 5 raised to 5, 5. ഇത് കൂട്ടിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളിത് കൂട്ടിയെടുക്കുമ്പോൾ 9 3 12, 12 1 13, 27 13 40, 40 പ്ലസ് 81 121 ഇൻറ്റു 8 4 12, 12 3 15 പ്ലസ് 5 1 6 പ്ലസ് അല്ല ഇൻറ്റു എല്ലാത്തിനും ഇൻറ്റു ചെയ്യാം. അപ്പൊ 121 ഇൻറ്റു 15 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 10890 എന്ന് കിട്ടും. സോ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതിനുശേഷം 3 raised to 4 ആണെങ്കിൽ 3 raised to 0 plus 3 raised to 1 plus 3 raised to 2 plus 3 raised to 3 plus 3 raised to 4 അടുത്തതിനെ എഴുതുക, മ്യൂച്വലി മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും സം ഓഫ് ദ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 10980 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം. The graph of a polynomial intersects the y-axis at a 1 point and at the x-axis at 2 points. Then the number of zeros of this polynomial are. അതായത് നമ്മളൊരു പോളിനോമിയൽ ഉണ്ട്. പോളിനോമിയൽ മീൻ പി ഓഫ് എക്സ്. ആ ഒരു പർട്ടിക്കുലർ പോളിനോമിയലിനെ പോളിനോമിയൽ ഓൺ എക്സ്, എക്സിലുള്ള പോളിനോമിയലെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്തപ്പോൾ അത് എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പോളിനോമിയലിനകത്തുള്ള എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 വാല്യൂസ് ഉണ്ടെന്നാണ് അർത്ഥം. ക്ലിയറാ? അതായത് എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഹാസ് 2 വാല്യൂസ്. പോളിനോമിയൽ ആ വേരിയബിളിൽ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, പോളിനോമിയൽ ഹാസ് 2 റിയൽ റൂട്ട്സ്. 2 റിയൽ റൂട്ട്സ്. റിയൽ റൂട്ടിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് 2 zeros ഓഫ് ദ പോളിനോമിയൽ. സീറോസ് ഓഫ് ദി പോളിനോമിയൽ. 2 വാല്യൂസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ, വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ വൈ ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അതിന്റെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അതിനൊരു വൈ ഇന്റർസെപ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. ക്ലിയറാ? നമ്മൾ ഏതെങ്കിലും ഒരു പോളിനോമിയൽ എടുത്താൽ ആ പോളിനോമിയൽ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പോളിനോമിയൽ ഓൺ എക്സ്, പോളിനോമിയലിലെ വേരിയബിൾ എക്സ് ആയിരിക്കുമ്പോഴാണ്, പോളിനോമിയലിലെ വേരിയബിൾ വൈ ആയിരിക്കുമ്പോഴല്ല, പി ഓഫ് എക്സിന്റെ കാര്യത്തിനകത്ത് എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പോളിനോമിയലിന് 2 റിയൽ റൂട്ട്സ് അല്ലെ 2 സീറോസ് ഉണ്ടെന്നാണ് അർത്ഥം. നേരെ മറിച്ച് വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു വൈ ഇന്റർസെപ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അതിന് എത്ര സീറോസ് ഉണ്ടാവും? അതിന് 2 സീറോസ് ഉണ്ടാവും. 2 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം. ഇഫ് ദ സം ഓഫ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് 3x square minus kx plus 6 equal to 3 is 3, then the value of k is. അതായത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3x square minus kx plus 6 equal to 3. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് കെയുടെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്ന് അറേസ് ചെയ്ത് വായിക്കണം. അതായത് ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x square ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x square minus kx plus 6 equal to 0 ആണ്, equal to 3 അല്ല. അതിനകത്ത് സീറോസ് ഓഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വാല്യൂ ആണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 3x square minus kx plus 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ? ax square minus bx plus c ആണ് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത് കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ എന്ന് പറയുന്ന 3 എന്ന് വരും, ബിയുടെ വാല്യൂ എന്ന് പറയുന്ന -k എന്ന് വരും, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 എന്ന് വരും. ക്ലിയറാ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം സം ഓഫ് സീറോസ് ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -b/a ആണ്. സം ഓഫ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ -b/a ആണ്. ഇവിടെ ബിയുടെ വാല്യൂ എന്താ? -k. സോ മൈനസ് ഓഫ് -k ഡിവൈഡ് ബൈ എയുടെ വാല്യൂ 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k/3. നമുക്ക് ഓൾറെഡി സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്രയും തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. അതായത് k/3 ഈക്വൽ ടു 3
അതായത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണെന്ന് കിട്ടും. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണെന്ന് കിട്ടും. ഇനി സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ മൈനസ് ബി ബൈ ആണ്. അതിന് പകരം ദ പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരുന്നെങ്കിലോ പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ബൈ എ ആണ്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയറാ? ഫൈൻ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു വലിയ ലെന്തിയർ ക്വസ്റ്റ്യൻ ആണ്. If alpha and beta are the roots of a quadratic equation, x square minus x minus 1 equal to 0, then the equation whose roots are alpha by beta and beta by alpha is. അതായത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ റൂട്ടുകളുടെ വാല്യൂ ആൽഫയും ബീറ്റയും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആൽഫയും ബീറ്റയും ആൽഫ ബൈ ബീറ്റയും ബീറ്റ ബൈ ആൽഫയും റൂട്ടായിട്ട് വരുന്ന താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അതായത് എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ -1 ആണ്, സിയുടെ വാല്യൂ -1 ആണ്. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. നമ്മൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ദ സം ഓഫ് റൂട്ട്സ് ഓഫ് എ പോളിനോമിയൽ. ഇവിടെ റൂട്ട് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്? ആൽഫയും ബീറ്റയും ആണ് തന്നിട്ടുണ്ട്. അതായത് ആൽഫ ബൈ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -1 ഡിവൈഡ് ബൈ എയുടെ വാല്യൂ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് എന്ത് കിട്ടി? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ദെൻ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. സോ സിയുടെ വാല്യൂ എന്താണ്? സിയുടെ വാല്യൂ -1 upon 1 that is equal to -1. -1 upon 1 that is equal to -1. Clear? Fine. ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിനകത്തുള്ള ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന ഇക്വേഷനകത്തുന്ന ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. കറക്റ്റാ? സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ പോളിനോമിയൽ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ പോളിനോമിയൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ റൂട്ടുകളുടെ വാല്യൂ ആൽഫ ബൈ ബീറ്റയും ബീറ്റ ബൈ ആൽഫയും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷന്റെ സം ഓഫ് ദ റൂട്ട് എന്ന് പറയും, രണ്ടാമത്തെ പോളിനോമിയലിലെ സം ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത് എന്ത് വരും? ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ. സോൾവ് ചെയ്ത് എന്ത് കിട്ടും? ക്രോസ് ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ എന്താണ്? ഇനി നമുക്കറിയാവുന്ന കാര്യം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് ചെയ്യാനായിട്ട് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്ന് കിട്ടും. ഇനി നമ്മൾ ഓൾറെഡി ഇപ്പുറത്ത് കണ്ടുപിടിച്ചു ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 1 ആണ്. സോ 1 സ്ക്വയർ മൈനസ് വാട്ട് ഈസ് 2 ഇൻറ്റു എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ -1. 2 into -1 that is equal to what? 1 plus 2 that is equal to 3. So 1 plus 2 divided by 3. So I'm going to 3 divided by alpha beta എന്താണ്? ആൽഫ ബീറ്റ എന്ന് പറയുന്നത് -1. So 3 by -1 that is equal to -3. അതായത് രണ്ടാമത്തെ പോളിനോമിയലിന്റെ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് -3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് രണ്ടാമത്തെ പോളിനോമിയലിലെ റൂട്ടുകൾ ഏതൊക്കെയാ? ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ബീറ്റ ബൈ ആൽഫ. ബീറ്റയും ക്യാൻസൽ ആയിപ്പോയി, ആൽഫയും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ബാക്കി എന്ത് കിട്ടി? ബാക്കി എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ട, നമ്മൾ എടുത്തിരിക്കുന്ന പോളിനോമിയലിനകത്ത് എവിടെയൊക്കെയാണ് എന്ത് കിട്ടുക? സം ഓഫ് ദ റൂട്ട് -3യും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് 1ഉം കിട്ടുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് പോയി. ഒന്നാമത്തെ എക്സ് സ്ക്വയർ പ്ലസ് 3x -1. നമുക്ക് കിട്ടേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് കിട്ടേണ്ടത് -3. സമ്മ് -3 വരണം, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 വരണം. ഒന്നാമത്തെ നോക്കി എക്സ് സ്ക്വയർ പ്ലസ് 3x -1. നമുക്കറിയാം സം ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത് -b/a ആണ്. ഇവിടെ -b/a കണ്ടുപിടിച്ചാൽ എന്ത് വരും? -b/a ദാറ്റ് ഈസ് ഈക്വൽ ടു -3 upon 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. കറക്റ്റാ? -3 എന്ന് കിട്ടും. ഇനി രണ്ടാമത് നോക്കി പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ എന്ന് പറയുന്നത് c/a ആണ്. c/a എന്ന് പറയുമ്പോൾ c/a, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 upon 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1.
സോ ഇവിടെ എന്ത് സംഭവിച്ചു? അവിടെ സം ഓഫ് ദ റൂട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി -3. പക്ഷെ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നില്ല. സോ അതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയറാ? അതല്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ദെൻ അങ്ങനെയാണ് എങ്കിൽ ഈ അവസാനത്തെ നോക്കാം. അവസാനത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സം ഓഫ് ദ റൂട്ട് -b/a. ബിയുടെ വാല്യൂ എന്താ? 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 upon എയുടെ വാല്യൂ 1 -3/1 that is equal to -3. correct? Then product of the roots എന്ന് പറഞ്ഞാൽ എന്തുവാ? ആൽഫ ഇൻറ്റു ബീറ്റ. സോറി, ആൽഫ ഇൻറ്റു ബീറ്റയിൽ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത് c/a. സിയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 1 that is equal to 1/1 that is equal to 1. സി നമുക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? സം ഓഫ് ദ റൂട്ട് -3 കിട്ടണം, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത് 1 കിട്ടണം. രണ്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? x² + 3x + 1 = 0 എന്ന് പറയുന്നതായിരിക്കും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡൺ. അടുത്ത ചോദ്യം, the nature of the roots of the quadratic equation x + 2 × x + 6 = 16. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? x + 12 × x + 6 = 16, 4² അഥവാ 16. ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും? x², x × x x², 12 × x 12x, 12 × 6 എന്ന് പറയുമ്പോൾ 72. then x × 6 = 6x = 16. x² + 18x + 72, 16 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന 16 = 0. that is x² + 18x + 56 = 0. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുവാ? അതിനകത്തുള്ള നേച്ചർ ഓഫ് ദ റൂട്ട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആദ്യം റൂട്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ നോക്കിയേ x² + 18x + 56 = 0. x² + 18x + 0. നമുക്ക് രണ്ട് രീതിയിൽ -b നമ്മൾ ചെയ്തുകൊണ്ട് അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. എക്സ് കണ്ടുപിടിക്കാൻ, റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x is equal to -b + or - (b² - 4ac upon 2a). ഇവിടെ നോക്കിയേ, എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 18, ബിയുടെ വാല്യൂ 18, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 56. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, -18 + or - (b² എന്ന് പറയുന്നത് 18² 324 കിട്ടും. 4ac, 4 × 1 × 56. So 56 × 4 എന്ന് പറയുമ്പോൾ 224 -224 divided by 2 × a 2. That is equal to what? -18 + or - so 324 ആണ്. സോറി, 324 - 224 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? √100 വരും. 324 224 കുറയ്ക്കുമ്പോൾ 100 കിട്ടും. സോ √100 എന്ന് പറഞ്ഞാൽ എന്തോ 10. സോ + or - 10 divided by 2. നമുക്ക് എന്ത് വന്നു? -18 + 10 upon 2 -18 - 10 upon 2. -18 + 10 എന്ന് പറയുമ്പോൾ -8/2. ഇത് -28/2. -8/2 എന്ന് പറഞ്ഞാൽ -4. -28/2 എന്ന് പറഞ്ഞാൽ -14. അപ്പൊ എക്സിന്റെ വാല്യൂ -4 -14 കിട്ടി. എക്സിന്റെ വാല്യൂ -4 -14 കിട്ടി. അപ്പൊ എക്സിന് രണ്ടിനും എന്താണ്? രണ്ടിനും ഒരു കറക്റ്റ് വാല്യൂ ഉണ്ട്. രണ്ട് വാല്യൂ നെഗറ്റീവ് ആണ്. ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ്. കറക്റ്റ്. ദെൻ റാഷണൽ ആണോ? തന്നിരിക്കുന്ന നമ്പറിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. -4 എന്ന് പറഞ്ഞാൽ -4/1 ആണ്. -14 എന്ന് പറഞ്ഞാൽ -14/1 ആണ്. രണ്ടിനെയും ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് p/q ഫോമിൽ എഴുതാൻ പറ്റിയ ഏത് നമ്പറിനെയും നമുക്ക് റാഷണൽ നമ്പർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ്? രണ്ട് റൂട്ടുകളും റാഷണൽ ആണ്, രണ്ട് റൂട്ടും നെഗറ്റീവ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ റൂട്ട് പോസിറ്റീവ്, അതർ നെഗറ്റീവ് അല്ല. രണ്ടും നെഗറ്റീവ് ആണ്. നൺ ഓഫ് ദി അബോവ് തെറ്റാണ്. ബോത്ത് റൂട്ട്സ് ആർ ഇറാഷണൽ. രണ്ടും നമുക്ക് റാഷണൽ ആയിട്ടാണ് കിട്ടിയത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്ന നമ്മൾ ഏകദേശം 6 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇനി 34 ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.